നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇറാനിൽ ശക്തമായ ആക്രമണം നടത്താൻ ഒരുങ്ങുകയാണ് അമേരിക്ക. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനം. ശക്തമായ ആക്രമണം നടത്താനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇറാന്റെ എണ്ണ ശുദ്ധീകരണശാലകളെയും വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഗ്രിഡുകളെയും വൈദ്യുത വിതരണ ശൃംഖലകളെയുമാണ്. അതായത് ഊർജ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്ക അതിശക്തമായ ആക്രമണം നടത്താനൊരുങ്ങുന്നു. ഇറാൻ ഇരുട്ടിലാകും. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് എണ്ണ കയറ്റുമതി. ആ എണ്ണയുടെ കയറ്റുമതി അല്ലെങ്കിൽ എണ്ണയുടെ ഉൽപ്പാദനം നടത്തുന്ന റിഫൈനറികളെയും അമേരിക്ക ആക്രമിക്കുമെന്നാണ് സൂചന. നേരത്തെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യുക്രൈൻ റഷ്യയുടെ റിഫൈനറികൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിരുന്നു. ആ ആക്രമണം ഫലവത്താകുന്നതാണ് നമ്മൾ കണ്ടത്. റഷ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ യുക്രൈൻ സൈനിക ശേഷിയിൽ ഒന്നുമല്ല. അങ്ങനെയുള്ള ഒരു റഷ്യയെ മുട്ടുകുത്തിക്കാൻ ഈ പറയുന്ന റിഫൈനറി ആക്രമണങ്ങൾ കൊണ്ട് സാധിച്ചു. ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. എന്നിട്ട് പോലും റഷ്യയുടെ പെട്രോൾ പമ്പുകളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാഹനങ്ങളുടെ നീണ്ട നിര അനുഭവപ്പെട്ടു. റഷ്യയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഗ്യാസോലൈനാണ്. രാജ്യത്ത് ഗ്യാസോലൈൻ കിട്ടാത്ത ഒരു സാഹചര്യം വന്നു. കടുത്ത ഇന്ധന പ്രതിസന്ധിയിലേക്ക് റഷ്യ പോയി. ഇത് യുക്രൈൻ അവരുടെ തന്ത്രപ്രധാനമായ റിഫൈനറികളിൽ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ കൊണ്ടാണ്. ഈ ആക്രമണ തന്ത്രം കോപ്പി ചെയ്യാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. റിഫൈനറികളെ ആക്രമിച്ചാൽ ഇറാൻ ഇരുട്ടിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വൈദ്യുതി കേന്ദ്രങ്ങൾ കൂടി ആക്രമിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇറാനെ കീഴടക്കാൻ കഴിയും. അതായത് അമേരിക്ക നിർദ്ദേശിക്കുന്ന സമാധാന ഉടമ്പടി, അമേരിക്ക നിർദ്ദേശിക്കുന്ന സമാധാന മാനദണ്ഡങ്ങൾ ഇതെല്ലാം അംഗീകരിച്ച് സമാധാന ഉടമ്പടിയിൽ ഒപ്പുവയ്പ്പിക്കാനായി ഇറാനെ പ്രേരിപ്പിക്കുകയാണ് ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്നാണ് അമേരിക്ക ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇതുവരെ ഇറാനുമേൽ അമേരിക്ക നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഊർജ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയും ഇറാന്റെ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ ലക്ഷ്യമാക്കിയും കനത്ത ആക്രമണം അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. 13 ദിവസം നീണ്ടുനിന്ന തുടർച്ചയായ ആക്രമണമായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ അമേരിക്ക ഇറാനുമേൽ നടത്തിയത്. ആ ആക്രമണം ഇറാന്റെ സൈനിക ശേഷിയെ ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു. മിസൈൽ പ്രതിരോധ കേന്ദ്രങ്ങൾ, മിസൈൽ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ, ഡ്രോൺ ഉൽപാദന കേന്ദ്രങ്ങൾ, കമാൻഡ് സെൻറ്ററുകൾ എന്നിങ്ങനെ ഹോർമൂസ് കടലിടുക്കിലടക്കം ഗൾഫ് രാജ്യങ്ങളിലടക്കം ഇറാന് ആക്രമണം നടത്താനുള്ള ശേഷിയെയാണ് അമേരിക്ക ആക്രമിച്ചത്. ഇറാൻ സൈന്യത്തെ തലങ്ങും വിലങ്ങും ആക്രമിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇറാനെ ഇരുട്ടിലാക്കാനുള്ള പദ്ധതിയുമായി രംഗത്തു വരികയാണ് അമേരിക്ക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി അടുത്ത ഘട്ടം ആക്രമണത്തിൽ ഇസ്രായേലും രംഗത്തിറങ്ങുന്നു എന്നതാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയത്. ആ ആക്രമണം അമേരിക്ക തനിച്ചായിരുന്നില്ല. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടാണ് ഇറാനിൽ ആക്രമണം ആരംഭിച്ചത്. ആദ്യ ദിവസത്തിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനിയെ വധിക്കാൻ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും സാധിച്ചിരുന്നു. എന്നാൽ അതിശക്തമായ ആക്രമണം അമേരിക്കയും ഇസ്രായേലും പിന്നീടും തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രത്യാക്രമണവുമായി IRGCയും പിടിച്ചു നിന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങൾക്ക് ഇറാൻ പക തീർത്തത് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടായിരുന്നു. കൂടാതെ ഹോർമൂസ് കടലിടുക്കും അടച്ചിട്ടു. ഇത് വലിയ പ്രതിസന്ധിക്ക് കാരണമായി. പിന്നീട് അമേരിക്കയും ഹോർമൂസ് കടലിടുക്കിൽ ഇറങ്ങി ഇറാൻ തുറമുഖങ്ങളിൽ കനത്ത ഉപരോധം തീർത്തു. അതിപ്പോഴും തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിലൊന്ന്. രണ്ടാമത്തേത് ഈ ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അമേരിക്ക 13 ദിവസത്തെ കനത്ത ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിന് ശേഷം ഒരു ചെറിയ ഇടവേളയുണ്ടായി. ഈ ഇടവേളയിൽ ഇറാനെ ചർച്ചയ്ക്ക് വിളിച്ചതാണ് അമേരിക്ക. എന്നാൽ ഈ വെടിനിർത്തലുകളും ചർച്ചയുമെല്ലാം അമേരിക്കയ്ക്ക് ആയുധം സംഭരിക്കാനുള്ള ഒരു തന്ത്രമാണ് എന്ന് ഇറാൻ അറിയിച്ചു. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി യാതൊരു ചർച്ചയുമില്ല എന്ന് ഇറാൻ അറിയിക്കുകയായിരുന്നു. ഇറാഖ് പ്രധാനമന്ത്രിയെ അടക്കം ഇറാനിലേക്ക് അയച്ചുകൊണ്ടാണ് അമേരിക്ക നയതന്ത്ര ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ ഇറാൻ അതിൽ വീണില്ല. മാത്രമല്ല, ഇപ്പോൾ അമേരിക്ക വീണ്ടും ആക്രമണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒന്നാം ഘട്ട ആക്രമണങ്ങൾക്ക് ശേഷം പിന്നീട് അമേരിക്ക തനിച്ചായിരുന്നു ഇറാനിൽ ആക്രമണം നടത്തിയത്. ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും പിന്നീട് ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് ഇസ്രായേലിന് സ്വീകാര്യമായിരുന്നില്ല. അമേരിക്ക ഇറാനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് ഇറാന്റെ താല്പര്യം. ചർച്ചയുടെയും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും ഭാഷയൊന്നും ഇറാന് മനസ്സിലാകില്ല.
അതുകൊണ്ട് തന്നെ ഇറാൻ്റെ സൈനിക ശേഷിയെ ഇഞ്ചിഞ്ചായി അവസാനിപ്പിക്കണമെങ്കിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തണമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ പക്ഷം. പക്ഷേ അമേരിക്ക അതിന് അനുവദിച്ചില്ല. ഒരവസാന ശ്രമമെന്ന നിലയിൽ സമാധാന ചർച്ചകൾ നടത്തി നോക്കാം എന്നായിരുന്നു അമേരിക്കയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ നിന്നും ഇസ്രായേൽ മാറി നിന്നു. പിന്നീട് ചർച്ചകൾ ഉപേക്ഷിച്ച് അമേരിക്ക സംഘർഷത്തിലേക്ക് കടന്നപ്പോഴും അമേരിക്കയ്ക്കൊപ്പം ഇസ്രായേൽ ചേർന്നില്ല. എന്നാൽ വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൗസിൽ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകളിലാണ് ഭാവിയിലെ ആക്രമണങ്ങളെ സംബന്ധിച്ച തീരുമാനമായത് എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടം ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യവും രംഗത്തുണ്ടാകും. ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ മേൽ പറക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊരു ആക്രമണം ഉണ്ടായാൽ ഇറാനിലെയും അതുപോലെ തന്നെ അമേരിക്കയിലെയും ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ.